അഞ്ചാം ദിവസവും തീരുമാനമെടുക്കാൻ തനിക്കാവുന്നില്ല എന്ന് അർദ്ധരാത്രിയിൽ നീണ്ട ചർച്ചയ്ക്കൊടുവിൽ മോദിക്കും RSSന് മുന്നിൽ തലകുനിച്ച് അമിത്ഷാ അറിയിച്ചു. പാർലമെന്റിലെ ശീതകാല സമ്മേളനം നടക്കുമ്പോഴും മഹാരാഷ്ട്രയിൽ വിജയിച്ചു കയറിയതിന്റെ അമിത ആഹ്ലാദം പ്രകടിപ്പിക്കാൻ പോലും ആകാതെ നട്ടം തിരിയുകയാണ് മോദിയും അമിത്ഷായും അടക്കമുള്ള BJP. കേവല ഭൂരിപക്ഷത്തിന്റെ തൊട്ടടുത്തെത്തിയിട്ടും സീറ്റുകൾ കരസ്ഥമാക്കിയിട്ടും മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ ഇതുവരെ BJPക്കായിട്ടില്ല. ഇതോടെയാണ് വിജയാഘോഷങ്ങൾ പോലും മുടങ്ങിപ്പോയത്. എന്തേ നിങ്ങൾക്ക് മുഖ്യമന്ത്രി ഇല്ലേ എന്ന് ഇന്ത്യ മുന്നണി പരിഹസിക്കുമ്പോൾ മറുപടിയൊന്നും പറയാനില്ലാതെ നിന്നു പോകുകയാണ് BJP. അതേസമയം ജാർഖണ്ഡിൽ ഇന്ത്യ മുന്നണി മുഖ്യമന്ത്രിയെ അദ്ദേഹത്തിന്റെ കസേരയിൽ ഇരുത്തുകയും ചെയ്തു. ഇതോടെ ഒരുമിച്ച് ബലം വന്ന സംസ്ഥാനത്ത് എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് BJP. ഇവിടെയാണ് നീണ്ട മണിക്കൂറുകൾ അമിത്ഷായുമായി ചർച്ചയൊക്കെ നടത്തിയത്. പക്ഷേ കാര്യമൊന്നും ഉണ്ടായില്ല. മറാത്തകളുടെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് കൂടുതൽ സീറ്റുകൾ നേടിയിട്ടും ഫട്നാവിസിനെ മുഖ്യമന്ത്രിയാക്കാൻ BJP കൊണ്ട് സാധിക്കുന്നില്ല എന്നതാണ് വാസ്തവം. അജിത് പവാർ BJPക്ക് വേണ്ട പിന്തുണ നൽകുമ്പോഴും ഷിൻഡെയെ തളച്ചിടാൻ ഒരു പരിധിവരെ BJP കൊണ്ട് പറ്റിയിട്ടും മുഖ്യമന്ത്രി ആര് എന്ന് ചൂണ്ടിക്കാട്ടാൻ ഈ 6ാം ദിവസവും മോദിയെ കൊണ്ടായിട്ടില്ല എന്നതാണ് പരമമായ സത്യം. ദേവേന്ദ്ര ഫട്നാവിസ് അടുത്ത മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയാകാനാണ് സാധ്യത എങ്കിലും 288 MLA-മാരിൽ ഭൂരിഭാഗവും മറാത്ത കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ളവരായതിനാൽ ജാതീയമായ ചില സമവാക്യങ്ങളും BJP പരിഗണിക്കുന്നതായി സൂചനയുണ്ട്. ബ്രാഹ്മണ സമുദായത്തിൽ നിന്നുള്ള നേതാവാണ് ഫട്നാവിസ്. പാർട്ടിയുടെ മുതിർന്ന നേതാവ് വിനോദ് താവ്ഡെയുമായി ഷാ ഈ വിഷയത്തിൽ കൂടിക്കാഴ്ച നടത്തിയിട്ടും കാര്യമില്ലാതെ പോയതും അതുകൊണ്ട് തന്നെയാണ്. നേരത്തെ സംവരണ പ്രക്ഷോഭത്തിനിടെ മറാത്ത നേതാവ് മനോജ് ജാരംഗെ പട്ടീൽ ഫട്നാവിസിനെ മറാത്ത വിദ്വേഷി എന്നായിരുന്നു വിശേഷിപ്പിച്ചത്. ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുന്നതിന് മുമ്പ് എല്ലാ പ്രതിസന്ധികളും പരിഹരിക്കാനാണ് BJP നീക്കവും നടത്തിയത്. ഫട്നാവിസിനെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുത്താൽ ഏകനാഥ് ഷിൻഡെയ്ക്ക് എന്ത് പദവി നൽകും എന്നതും പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമാണ്. ദേവേന്ദ്ര ഫട്നാവിസിന് കീഴിൽ ഉപമുഖ്യമന്ത്രിയാവുക അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിയാക്കുക എന്നീ സാധ്യതകളാണ് ഏകനാഥ് ഷിൻഡെയ്ക്ക് മുന്നിലുള്ളത്. മുഖ്യമന്ത്രി പദം നഷ്ടമാകുമെങ്കിലും ഷിൻഡെ സംസ്ഥാനത്ത് തന്നെ പ്രവർത്തിക്കണമെന്നാണ് പാർട്ടിയിലെ ഭൂരിപക്ഷം അഭിപ്രായം. അങ്ങനെയെങ്കിൽ അദ്ദേഹം ഉപമുഖ്യമന്ത്രി പദം ഏറ്റെടുക്കേണ്ടി വരും. NCP നേതാവ് അജിത് പവാർ ആയിരിക്കും മറ്റൊരു ഉപമുഖ്യമന്ത്രി. ഇവിടെ BJPക്ക് ആകെ ആശ്വാസമുള്ളത് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിൽ താനൊരു തടസ്സമാകുന്നില്ല എന്നും പ്രധാനമന്ത്രിയും BJP കേന്ദ്ര നേതൃത്വവും എന്ത് തീരുമാനിക്കുന്നുവോ അത് അനുസൃതമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്നും ഏകനാഥ് ഷിൻഡെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഇതോടെയാണ് പ്രതിസന്ധിക്ക് ലേശം അയവ് വന്നത്.